അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനവും സ്നേഹവുമുള്ള എല്ലാ മനുഷ്യ സ്നേഹികളോടും അറിയിക്കാനുള്ളത്, ദക്ഷിണ കന്നഡ ജില്ലയിലെ ബൺട്വാള താലൂക്കിൽപ്പെട്ട സാലത്തൂർ ഗ്രാമത്തിലുള്ള കട്ടത്തില ജുമാഅത്ത് പള്ളിയുടെ പരിസരത്തുള്ള പാൾത്താജ അബ്ദുള്ള കുഞ്ഞ് എന്നവരാണിത്. അയാളെ മകന്റെ കിടാവാണ്. 8 വയസ്സുള്ള കുഞ്ഞാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. വളരെ പരിതാപകരമായ അവസ്ഥയിലാണ് ആ കുടുംബം മൈഷത്ത് നീക്കിക്കൊണ്ടിരിക്കുന്നത്. നിത്യ ചെലവിന് തന്നെ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആ കുടുംബം ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് ഓരോ മാസവും 13,000-നെക്കാളും കൂടുതൽ മരുന്നിനും മറ്റൊക്കെ ചെലവുണ്ട്. ഇത് രണ്ടാമത്തെ കിടവും ഇത് മൂന്നാമത്തെ കിടവും. ഇതിക്ക് 3 എത്ര, ഇതിക്ക് 3 തിങ്കൾ കഴിഞ്ഞെടുത്തത്. ഈ കിടവർക്ക് തിന്നാൻ എന്താന്നില്ല, കഴിക്കുന്നതിന് വെറും കഷ്ടത്തിലാണ്. നഷ്ടം ചെന്ന പൊടി മാത്രം ഇക്ക് പോകുന്നത് വയറ്റിക്ക്, വേറെ ഒന്നും പോകുന്നില്ല. തിന്നാൻ വേറെ ഭംഗത്തിൽ തിന്നത്. എല്ലാവരും സഹകരിക്കുന്നതായിട്ട് ഞങ്ങൾക്കൊരു വീടാണ്. വീട് കയറ്റി എല്ലാവരും സഹകരിക്കുന്നു. ഈ കാണുന്ന ഒരു ചെറിയ വീടാണ് അവർ താമസം. ഈ അടുത്ത മഴയുടെ കാരണം കൊണ്ട് ഇടിയും മിന്നൊക്കെ അടിച്ചിട്ട് ഈ പുര കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. അവർക്ക് താമസിക്കാൻ പോലും പറ്റാത്ത രൂപത്തിലാണ് ആ കുടുംബമുള്ളത്. ഈ കുട്ടിക്കുള്ള ചെലവ് തന്നെ അവർക്ക് താങ്ങാൻ കഴിയുന്നില്ല. ആ സന്ദർഭത്തിലാണ് ഈ പുര ഈ അവസ്ഥയിലെത്തിയിട്ടുള്ളത്. ನನ್ನ ಶಬ್ದವನ್ನು ಆಲಿಸುತ್ತಿರುವ ಸರ್ವಧರ್ಮ ಬಾಂಧವರೇ, ಈ ನಿಂತಿರುವುದು ಅಬ್ದುಲ್ಲ ಕುഞ്ഞി ಕಟ್ಟತಿಲ ನಮ್ಮ ಜಮಾತ್ ವ್ಯಾಪ್ತಿಯ ಒಂದು ಮನೆಯಾಗಿದೆ. ಪಾಲ್ತಾಜೆ ಸನಿಹದಲ್ಲಿರುವಂತಹ ಈ ಕಾಣುತ್ತಿರುವಂತಹ ಮನೆ, ಇವರ ಕೈಯಲ್ಲಿರುವಂತಹ ಮಗು ಇವರ ಮೊಮ್ಮಗು ಆಗಿದ್ದು 8 ವರ್ಷ. ಕಾಣಲಿಕ್ಕೆ ಸಾಧಾರಣ 2 ವರ್ಷದ ಮಗುವಿನಷ್ಟು ಕೂಡ ಒಂದು ಬೆಳವಣಿಗೆ ಇಲ್ಲ. ಆ ರೂಪದಲ್ಲಿ ಕಾಣುತ್ತಿರುವಂತಹ ಈ ಮಗುವಿಗಾಗಿ ಒಂದು ತಿಂಗಳಿಗೆ ಕನಿಷ್ಠ 13,000ಕ್ಕೂ ಅಧಿಕ ಹಣವನ್ನು ಕೂಡ ವ್ಯಯಿಸುತ್ತಾ ಇದ್ದಾರೆ. ತುಂಬಾ ಕಷ್ಟದಲ್ಲಿದ್ದಂತಹ, ಆರ್ಥಿಕ ಸಂಕಷ್ಟದಲ್ಲಿ ಮುಳುಗಿದಂತಹ, ಬಡತನದ ಬೇಗುದಿಯಿಂದ ಜೀವನವನ್ನು ಕಳೆಯುತ್ತಿರುವಂತಹ ಒಂದು ಬಡ ಕುಟುಂಬ. ಈ ಸಂದರ್ಭದಲ್ಲಿ ಈ ಮನೆಗೆ, ಈ ಕಾಣುತ್ತಿರುವಂತಹ ಶೋಚನೀಯ ಅವಸ್ಥೆಯಲ್ಲೇ ಇದ್ದಂತಹ ಮನೆಗೆ ಸಿಡಿಲಿನ ಆಘಾತವಾಗಿ ಮನೆಯ ಚಾವಣಿಯೂ ಕುಸಿದಿದ್ದು, ಮತ್ತೊಂದು ಭಾಗದಲ್ಲಿ ವಿದ್ಯುತ್ ಸಂಪರ್ಕವೂ ಕೂಡ ಕಡಿದು ಕತ್ತಲಾದಂತಹ ಒಂದು ಬದುಕಿನ ಒಂದು ದುರವಸ್ಥೆಯಲ್ಲಿ ಕಾಲವನ್ನು ಕಳೆಯುತ್ತಿರುವಂತಹ ಈ ಒಂದು ಬಡ ಕುಟುಂಬ. ಎಲ್ಲ ರೀತಿಯಲ್ಲೂ, ಎಲ್ಲ ಅರ್ಥದಲ್ಲೂ ನಮ್ಮ ಜಮಾತಿನ ಎಲ್ಲ ಕಾರಣಕರ್ತರು ಕೂಡ ಇಲ್ಲಿದ್ದಾರೆ, ಕಾರ್ಯಕರ್ತರು ಕೂಡ. ಈ ಸಂದರ್ಭದಲ್ಲಿ ಎಲ್ಲ ರೀತಿಯ ನಿಮ್ಮಿಂದಾದಂತಹ ಧನ ಸಹಾಯ ಈ ಮಗುವಿಗಾಗಿ, ಈ ಮಗುವಿನ ಇನ್ನಷ್ಟು ಮುಂದಿನ ಬದುಕಿಗಾಗಿ, ಅಂದರೆ ಈ ಒಂದು ಬಡ ಕುಟುಂಬದ ಉಜ್ವಲವಾದಂತಹ ಭವಿಷ್ಯಕ್ಕಾಗಿ ಒಂದು ಮನೆಯನ್ನು ಕಟ್ಟಿಕೊಡುವಲ್ಲಿ നമ്മിಂದಾದಂತಹ സഹായ ഹസ്തವನ್ನು ನಾವು ಚಾಚಲೇಬೇಕಾಗಿದೆ. അതുകൊണ്ട് അവർക്കൊരു പുര ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജാതി ഭേദമന്യേ എല്ലാ ആളുകളും അവരുടെ പുരക്ക് വേണ്ടിയിട്ട്, വീടിന് വേണ്ടിയിട്ട് നിങ്ങൾ സഹായിക്കണം. അള്ളാഹു നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. അവർക്ക് എത്രയും പെട്ടെന്ന് ഒരു പുര ഉണ്ടാക്കി കൊടുക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. എല്ലാവരോടും സഹായം അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കട്ടത്തില ജമാഅത്ത് ഖത്തീബ് ഉസ്താദാണ് സംസാരിക്കുന്നത്. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ അബ്ദുള്ള കുഞ്ഞിയുടെ ശോചനീയാവസ്ഥ വിവരിച്ചതുപോലെ, വീട് നിർമ്മാണത്തിനും അതുപോലെ അവർക്കുള്ള കുടുംബത്തിനുള്ള ചെലവിനും എല്ലാവരും അകമൊഴിഞ്ഞ് ജാതി മത ഭേദമന്യേ എല്ലാ മനുഷ്യ സ്നേഹികളും സഹകരിക്കണമെന്നും സഹായിക്കണമെന്നും വളരെ വിനയത്തോടെ അപേക്ഷിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ വീട് എത്രയും പെട്ടെന്ന് അല്ലാഹു അതിനെ ഉയർത്തുവാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സഹായിക്കുന്ന, സഹകരിക്കുന്ന എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.